ഹായ് ഡിയേഴ്സ്, നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അതായത് ഈ പുള്ളി കഴിക്കുന്നില്ല, പക്ഷേ ഇവിടെ കയറി എന്താ പറയുക, വലിയ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. കൊച്ചു കഴിക്കാത്തത് കൊണ്ടാണ്. എന്താണെന്നറിയാവോ, അവനങ്ങ് ഫുഡ് കഴിക്കുന്നില്ല, പനിയും ചുമയൊക്കെ കാരണം. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്താ പറയുക, കുക്കറിൽ ഉണ്ടാകാവുന്നതാണ് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് എന്താ പറയുക, ഈ നെയ്യാണ് ഒഴിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ളത് സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നെയ്യ് എന്താ പറയുക, ഈ പുള്ളി ഇപ്പം നെയ്യൊക്കെ മണത്ത് നോക്കാൻ വേണ്ടിയിട്ട് വരും. നെയ്യെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. നാച്ചുറൽ നെയ്യാണ്, കെമിക്കലൊന്നും അടങ്ങാത്ത, പുറത്തുനിന്ന് മേടിച്ചതല്ല കേട്ടോ. കണ്ടോ? അപ്പോൾ അതിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ എന്താ പറയുക, ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം അവനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് കുറച്ച് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. കുറച്ച് ഒഴിച്ചു കേട്ടോ, കുറച്ച് ചോറ്. അപ്പം നിങ്ങൾ എന്തോരം ചോറാണ് എടുക്കുന്നത് അതനുസരിച്ച്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേവിച്ച ചോറിലേക്കാണ്, ചോറാണ് ചെയ്യുന്നത്. ടൊമാറ്റോ റൈസ് ശരിക്കും പറഞ്ഞാൽ വേവിച്ചതല്ല, നമ്മളല്ലാതെ എടുക്കുന്ന കുക്കറിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അതായത് ചോറ് വേവിച്ച് വെച്ചിട്ടും ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ, നല്ല നെയ്യല്ലേ നോക്കി, കാണുമ്പോൾ തന്നെ അറിയാൻ പാടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഈ പുള്ളി ഈ കയറി നിൽക്കുന്നതുകൊണ്ട് എവിടെയാണ്, ഗ്യാസിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കയറി നിൽക്കുവാണ്. എന്താകുമെന്നറിയില്ല. എന്താണേലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സവോള, ഗ്രാമ്പു, പട്ട, അതുപോലെ ഏലക്ക, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, തക്കാളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ തക്കാളി ഒഴിവാക്കി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ, നന്നായിട്ട് വഴണ്ട് വരണേ. പിന്നെ ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കുത്തിരി വേവിച്ച് വെച്ചേക്കുന്ന കുത്തിരിയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ ആണെങ്കിൽ ബസുമതി റൈസോ അല്ലാതെ സാധാരണ നമുക്ക് വെള്ള റൈസോ ഒക്കെ എടുത്ത് ആണ് യൂസ് ചെയ്യുന്നത്. അത് റൈസായിട്ട് തന്നെ വേവിക്കാതെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിലേക്ക് ഇതെല്ലാം വഴറ്റി എടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് എന്താ പറയുക, ചോറിട്ട് കൊടുത്തിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇനി തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് വഴലണം, നന്നായിട്ട് വെന്ത് വരണം. ചിലർ തക്കാളി പേസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ നമുക്കിതിലേക്ക് ബേ ലീവ്സ്, അതുപോലെ മല്ലിയില, അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. അത് മാത്രമല്ല, ജസ്റ്റ് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് പെട്ടെന്നൊരു കുക്കിങ്, അതായത് അവനെ ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവൻ എങ്ങനെയും കഴിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, കുത്തിരി വെന്തതാണെന്ന് പറഞ്ഞാൽ പോലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാൻ നേരത്തെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളത്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇവനിങ്ങനെ പ്ലെയിൻ ചോറ് കൊടുത്ത് അധികം കഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് കഴിക്കും, പക്ഷേ ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് മടിയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കണ്ടോ, എണ്ണ നല്ലതായിട്ട് നെയ്യൊക്കെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അതിനകത്തേക്ക് മുളക് പൊടി ഒരു ശകലേ ചേർക്കുന്നുള്ളൂ, കാരണം കൊച്ചിന് കൊടുക്കുന്നത് കൊണ്ട്. മല്ലിപ്പൊടി ഇട്ട് ഞാൻ കാണിക്കാൻ പറഞ്ഞു, ഈ മല്ലിപ്പൊടിയും കുറച്ചേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല, ഇപ്പോൾ ഒരുപാട് എരിവ് അവന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്നാണേലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറണം. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ച് പൊടിപ്പിച്ച, വീട്ടിലല്ല പൊടിപ്പിച്ച മുളക് പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും അങ്ങനത്തെ യൂസ് ചെയ്യാറ്. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. അതിനനുസരിച്ച് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാറ്റണമെന്ന് മാത്രം. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് എന്താ പറയുക, ഭക്ഷണം കഴിക്കാത്ത പിള്ളേർക്കൊക്കെ എളുപ്പമുണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന പരുവല്ലേ നല്ലത്, അതായത് ഡ്രൈ ആയിട്ടിരുന്നാൽ കൊള്ളില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണമയം വേണം താനും. അപ്പോൾ കുഴഞ്ഞിരുന്നാലാണ് ഭംഗി, കഴിക്കാൻ രുചി കൂടുതൽ. കാരണം തക്കാളി റൈസ് അങ്ങനെയാണല്ലോ, ടൊമാറ്റോ റൈസ് അങ്ങനെയാണ് കുഴഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഞാൻ ഇളക്കി കൊടുത്തു. അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നിച്ച് 2-3 മിനിറ്റ് വയ്ക്കാം. ഞാൻ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ഇതിനേക്കാളും കാണുന്ന പോലെ ഇച്ചിരിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. കഴിക്കാത്ത പിള്ളേർക്ക് കൊടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അതായത് ഫുഡ് കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ടേസ്റ്റായിട്ട് കഴിച്ചോളുകയും ചെയ്യും. അത് ഹെൽത്തി ആണല്ലോ, അതിനകത്ത് വേറെ ഒരു കെമിക്കൽ അടങ്ങിയതൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല ഫുഡ് കൊടുക്കാനും പറ്റും. എഗ്ഗ് റൈസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ, ഉപ്പുണ്ടോ എന്ന്. ഉപ്പ് നല്ല ഉണ്ട്. ഇച്ചിരി മുമ്പന്തി നിൽക്കുന്ന രീതിയിൽ ഉപ്പ് എടുക്കണേ, കാരണം അങ്ങനെ ആകുമ്പോൾ അപ്പോൾ കഴിക്കാൻ പറ്റുള്ള ടേസ്റ്റ്. ഒരുപാട് ഉപ്പല്ല, പക്ഷെ എന്നാലേ നമ്മൾ ഉപ്പ് എല്ലാം നമ്മൾ എടുത്ത് കഴിയുമ്പം കറക്റ്റ് ആവുള്ളൂ. ഉപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചില്ലായിരുന്നു. നിങ്ങൾ
അറിയാമല്ലോ, സവോള വഴറ്റുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ പുള്ളിക്ക് വിളിച്ചൊന്ന് കൊടുത്തു നോക്കണം. ഇത് ശരിക്കും കൊണ്ട് ഇതാവുന്നില്ല ഷൂട്ട്. എന്താ പറയുക, ഷൂട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് കിട്ടിയില്ല. അവന് എന്താ ഓടി വന്ന് മണത്ത് നോക്കി. ഈ പുള്ളി എന്ത് കൊടുത്താലും മണത്ത് നോക്കും കേട്ടോ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കഴിക്കാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുക്കുവാണ്. എന്നാളും കഴിക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ചോറ് കൊടുത്തിട്ട് കുറേ ദിവസമായിരുന്നു ഫുഡ് കഴിക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, ഈ ഫുഡ് കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ ഹെൽത്തിയാണ് താനും, ഫുഡ് കഴിച്ചോളുകയും ചെയ്യും. അപ്പോൾ കുത്തിരി ആണെങ്കിൽ കുത്തിരി അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് വെച്ച് നോക്കുക കേട്ടോ. നമുക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ശരി, പുള്ളിക്ക് കൊടുക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.